വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ ന്യൂസ് മലയാളം പുറത്തുവിട്ടിരിക്കുന്നത്. സണ്ണി ജോസഫ് അങ്ങനെ KPCC അധ്യക്ഷനാകുന്നു. കെ സുധാകരനെ മാറ്റി ആ സ്ഥാനത്തേക്ക് സണ്ണി ജോസഫ്. ഏത് തരത്തിലായിരിക്കും കോൺഗ്രസിനകത്ത് ഈ ഒരു വാർത്ത, ഈ ഒരു കാര്യം സ്വീകരിക്കപ്പെടുക? ഏത് തരത്തിലായിരിക്കും? ലക്ഷ്മി, കോൺഗ്രസിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ വാർത്ത നൽകിയതാണ്. കെ സുധാകരൻ്റെ മാറ്റം അത് വലിയ രീതിയിൽ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ വിഷയമായിരുന്നു. കെ സുധാകരൻ്റെയും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ മാറ്റാൻ വേണ്ടി നേരത്തെ തന്നെ തീരുമാനമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കെ സുധാകരനെ ഡൽഹിയിൽ വിളിച്ചു വരുത്തി ചർച്ച നടത്തുകയും ഇക്കാര്യം ധരിപ്പിക്കുകയും ചെയ്തു. പക്ഷേ തിരികെ എത്തിയ കെ സുധാകരൻ മലക്കം പറയുന്ന ഒരു നിലപാടാണ് കണ്ടത്. അദ്ദേഹം മാറാൻ താല്പര്യം കാണിച്ചില്ല. ഇതേ തുടർന്നാണ് ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ ഒരു അനിശ്ചിതത്വം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത്. പ്രധാനമായും 2 കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, നിലവിലെ കോൺഗ്രസ് അതിൻ്റെ സംഘടനാ സംവിധാനം ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് 2 പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതുകൂടാതെ തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഈ 2 തെരഞ്ഞെടുപ്പും നേരിടാൻ പാർട്ടിയെ ശക്തിപ്പെടുത്തണം. അതിനുവേണ്ടി ഈ പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗം പാർട്ടിയിൽ നിന്ന് അകലുന്നു. അതിനവർ പ്രധാന കാരണമായി പറഞ്ഞിരുന്നത് ഇപ്പോൾ ഉമ്മൻചാണ്ടി അദ്ദേഹം ഇപ്പോൾ അന്തരിച്ചു, അദ്ദേഹമില്ല. മാത്രമല്ല AK ആന്റണി മുതിർന്ന നേതാവാണ്, അദ്ദേഹം ഇപ്പോൾ പ്രായാധിക്യം കാരണം സജീവമായി രാഷ്ട്രീയത്തിലില്ല. ഇപ്പോൾ KV തോമസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അത്തരം നേതാക്കൾ PC ചാക്കോ ആയിക്കോട്ടെ, അത്തരം നേതാക്കൾ പാർട്ടിയിലില്ലാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ ക്രൈസ്തവ വിഭാഗം കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും അകലുന്നു. അത് മാറുന്നതിന് വേണ്ടി KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു ക്രൈസ്തവ വിഭാഗത്തിലുള്ള ആൾ വരണം എന്നുള്ള ഒരു നിർദ്ദേശം നേരത്തെ തന്നെ ഉയർന്നു കേട്ടതാണ്. ഇതിൽ ആദ്യ പേരുകാരനായി പരിഗണിച്ചത് ബെന്നി ബെഹനാനാണ്. പക്ഷേ ബെന്നി ബെഹനാൻ യാക്കോബായ വിഭാഗത്തിൽപ്പെട്ട നേതാവാണ്. യാക്കോബായ വിഭാഗം എല്ലാ കാലത്തും ഈ CPM-നോട്, ഇടതുപക്ഷത്തോട് ആഭിമുഖ്യം കാണിക്കുന്ന ഒരു വിഭാഗമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം വേണ്ട. അങ്ങനെയെങ്കിൽ കത്തോലിക്ക സഭയിൽ നിന്ന് ആരാണ്? അവിടെയാണ് സണ്ണി ജോസഫിൻ്റെയും ആൻറ്റോ ആൻ്റണിയുടെ പേരുകൾ ഉയർന്നു കേട്ടത്. അവിടെ ആൻറ്റോ ആൻ്റണിയുടെ പേരിന് ഒരു സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ വന്നിരുന്നു. പക്ഷേ ഇവിടെ സണ്ണി ജോസഫിനെ നറുക്കുവിടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, സണ്ണി ജോസഫിന് അനുകൂലമായത് അത് നിലവിലെ KPCC അധ്യക്ഷനായിട്ടുള്ള കെ സുധാകരൻ്റെ നിലപാടാണ്. നമുക്കറിയാം, അത് നേരത്തെ ഈ പറയുന്ന മുല്ലപ്പള്ളി മാറി കെ സുധാകരൻ KPCC അധ്യക്ഷനാകുന്ന സമയത്ത് മുല്ലപ്പള്ളിയെ പരസ്യമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് കെ സുധാകരന് വേണ്ടി പരസ്യമായി ബാധിച്ച നേതാവാണ് സണ്ണി ജോസഫ്. ആ ഒരു പിന്തുണ കെ സുധാകരൻ സണ്ണി ജോസഫിന് തിരികെ നൽകിയിരിക്കുന്നു. മാത്രമല്ല, കണ്ണൂർ പേരാവൂർ നിന്നുള്ള MLA തുടർച്ചയായ തെരഞ്ഞെടുപ്പുകൾ ജയിക്കുന്ന പെർഫോമൻസ്, അതുകൂടാതെ കത്തോലിക്ക സഭയും അവരുടെ ഒരു നോമിനി എന്ന രീതിയിൽ പറയാൻ കഴിയുന്ന നേതാവ്, അങ്ങനെയൊക്കെ വലിയ രീതിയിൽ ഒരു പിന്തുണ സണ്ണി ജോസഫിന് വന്നിരുന്നു. നേരത്തെ ആൻറ്റോ ആൻ്റണിയുടെ പേരിനായിരുന്നു പ്രാമുഖ്യം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ കെ മുരളീധരൻ്റെ വാക്ക് എപ്പോഴും ആലോചിക്കണം. പോസ്റ്ററിൽ പടമൊട്ടിച്ചാൽ ആൾക്കാർ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു നേതാവിനെയെങ്കിലും KPCC അധ്യക്ഷനാക്കണമെന്ന കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കളുടെ ഒരു വിമർശന ബുദ്ധിയോടുകൂടിയുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് കഴിഞ്ഞ ഒരു 3 ദിവസമെങ്കിലും ഈ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്താത്തത്. ഏതായിരുന്നാലും ഇപ്പോൾ ആ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. സണ്ണി ജോസഫ് KPCC അധ്യക്ഷനാകുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം കൂടെയുണ്ട് ലക്ഷ്മി. അത് നമുക്ക് കഴിഞ്ഞ കുറേ നാളുകൾ, 10 വർഷമായിട്ടെങ്കിലും അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ നാളുകളായി കോൺഗ്രസിൽ നായർ ഈഴവ കോമ്പിനേഷനാണ് നടക്കുന്നത്. അത് പ്രതിപക്ഷ സ്ഥാനത്ത് നായർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണെങ്കിൽ പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് അത് ഈഴവ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണ്. ആ ഒരു ഇക്വേഷൻ എല്ലാ കാലത്തും അതിനെ പ്രാമുഖ്യം അല്ലെങ്കിൽ അതിന് പിന്തുണ നൽകുന്ന ആളാണ് AK ആൻ്റണി. അങ്ങനെ ആ ഒരു സ്ഥാനത്തേക്കാണ് ഈഴവ വിഭാഗത്തിൽപ്പെട്ട കെ സുധാകരനെ മാറ്റുന്നത്. അവിടെ ക്രൈസ്തവ വിഭാഗത്തിലുള്ള സണ്ണി ജോസഫിനെ കൊണ്ടുവരുന്നു. അവിടെ മറ്റൊരു മാറ്റത്തിനും കൂടി അവർ തയ്യാറാകുന്നു. അടൂർ പ്രകാശിനെ, ഈഴവ വിഭാഗത്തിൽപ്പെട്ട ആറ്റിങ്ങൽ MP ആയിട്ടുള്ള അടൂർ പ്രകാശിനെ ഇപ്പോൾ UDF കൺവീനറായി കൊണ്ടുവന്നിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 3 വർക്കിംഗ് പ്രസിഡന്റുമാർ, 3 പൊതുമുഖങ്ങൾ വരുന്നു എന്നുള്ളതാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഷാഫി പറമ്പിൽ, അതുകൂടാതെ തന്നെ PC വിഷ്ണുനാഥ്, അതുകൂടാതെ തന്നെ ഈ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള AP അൽകുമാർ, അങ്ങനെ 3 വർക്കിംഗ് പ്രസിഡന്റുമാരെ കൂടെ കൊണ്ടുവന്ന് ഒരു സാമുദായിക സമവാക്യങ്ങൾ വളരെ കൃത്യമായി
പാലിച്ചുകൊണ്ടുള്ള ഒരു ഉടച്ചു വാർക്കൽ തന്നെയാണ് നടന്നിരിക്കുന്നത്. അതിൽ പ്രത്യേകിച്ചും സണ്ണി ജോസഫ് വരുമ്പോൾ കത്തോലിക്ക വോട്ടുകൾ, ക്രൈസ്തവ വോട്ടുകൾ UDF-ൽ നിന്ന്, കോൺഗ്രസിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സാഹചര്യം കൂടി പരിഗണിച്ചാവും സണ്ണി ജോസഫിന്റെ പേരിലേക്ക് എത്തിയത് എന്ന് മനസ്സിലാക്കുന്നു. മാത്രമല്ല കെ സുധാകരൻ ഉയർത്താനിടയുള്ള എതിർപ്പുകൾ അതുകൂടി അടച്ചുകൊണ്ടുള്ള ഒരു പേര്. അങ്ങനെയാകും ഈ ആന്റോ ആന്റണി എന്ന പേരിൽ നിന്ന് മാറി സണ്ണി ജോസഫിലേക്ക് തന്നെ നറുക്ക് വീഴുന്നതല്ലേ? തീർച്ചയായും ആന്റോ ആന്റണിയുടെ പേരിന് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ രണ്ട് പേരുകൾ, ക്ഷമിക്കണം, 3 പേരുകൾ ഉണ്ടായിരുന്നത്. അതായത് ബെന്നി ബെഹനാനെ മാറ്റി നിർത്തിയാൽ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നും 3 നേതാക്കളുടെ പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായും ഉണ്ടായിരുന്നത് ആന്റോ ആന്റണിയുടെ പേര്, രണ്ടാമതായി സണ്ണി ജോസഫ്, മൂന്നാമതായി റോജി എം ജോൺ. റോജി എം ജോൺ യുവ നേതാവാണ്. അദ്ദേഹത്തെ കൊണ്ടുവരാനുള്ള നീക്കങ്ങളൊക്കെ ഒരു വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. പക്ഷേ കെ സുധാകരൻ്റെ ഒരു കടുംപിടുത്തം ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ്, അല്ലെങ്കിൽ ഏറ്റവും അവസാനം കെ സുധാകരൻ എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ വെച്ച് ഡൽഹിയിൽ വെച്ച് മല്ലികാർജുൻ ഖാർഗെയോടും രാഹുൽ ഗാന്ധിയോടും KC വേണുഗോപാലിനോടും യെസ് പറഞ്ഞ കെ സുധാകരൻ എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ 3 ദിവസങ്ങളിൽ ഒരു മാറ്റിച്ചവിട്ടൽ നടത്തിയത് എന്ന് ചോദിച്ചാൽ അതൊരു പക്ഷേ ആന്റോ ആന്റണിയിൽ നിന്നും സണ്ണി ജോസഫിലേക്കുള്ള ദൂരമായിരുന്നു ഈ 3 ദിവസം. അങ്ങനെ ആ ഒരു ചർച്ചയെ, ആ ഒരു തീരുമാനത്തെ ആന്റോ ആന്റണിയിൽ നിന്നും സണ്ണി ജോസഫിലേക്ക് മാറ്റുന്നതിന് വേണ്ടി കെ സുധാകരൻ നടത്തിയ നീക്കമായി, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രവർത്തനമായിട്ട് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. കാരണം ഹൈക്കമാൻഡ് അദ്ദേഹത്തെ മാറ്റുമെന്നുള്ള കാര്യം വളരെ വ്യക്തമായി കെ സുധാകരനോട് പറയുന്നു. പക്ഷെ തിരിച്ചെത്തിയ കെ സുധാകരൻ അതൊന്നും അങ്ങനെയൊന്നുമില്ല, മക്കളെ നിങ്ങൾ കടുംചായ പോയിട്ട് കിടന്നുറങ്ങ്, നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലേ എന്നൊക്കെ മാധ്യമപ്രവർത്തകരോട് തമാശ രൂപേണയൊക്കെ അദ്ദേഹം പറയുന്ന ഒരു കെ സുധാകരൻ എന്തുകൊണ്ടാണ് അങ്ങനെ മാറിയത് എന്നുള്ളത് കോൺഗ്രസിനകത്ത് തന്നെ വലിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രധാന ഈ പത്രങ്ങളൊക്കെ കൊടുത്തിരുന്നത് ഈ ഹൈക്കമാൻഡ് ഈ തീരുമാനം വൈകിപ്പിച്ചതാണ് ആകെ പ്രശ്നം എന്ന തരത്തിലൊക്കെ വാർത്ത വന്നിരുന്നു. അതായത് അവിടെ വെച്ച് യെസ് പറഞ്ഞ കെ സുധാകരൻ മാറുമെന്ന കാര്യം അംഗീകരിച്ച കെ സുധാകരൻ ഈ തിരികെ കേരളത്തിലെത്തുമ്പോൾ അത് മാറുന്നു. ആ മാറ്റം എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് അത് ആന്റോ ആന്റണിയിൽ നിന്നും സണ്ണി ജോസഫിലേക്കുള്ള ദൂരമായിരുന്നു ഈ 3 ദിവസം അദ്ദേഹം കാണിച്ച ഈ ഒരു പ്രവർത്തനങ്ങൾ എന്ന് വേണം മനസ്സിലാക്കാൻ.